അതൊക്കെ എന്നോട് ഓരോന്ന് ആവശ്യപ്പെടാനുള്ള മടി കൊണ്ട് അഭി പറയുന്നതാണെന്ന് എനിക്കറിയാം. ഒരു വ്ലോഗ് ചെയ്യുന്ന ആളിന്റെ മനസ്സിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്നും സ്വയം അപ്ഗ്രേഡ് ആകാൻ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്നും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഭി, എന്റെ അടുത്ത് വെറുതെ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട. സ്വന്തം ചേട്ടനായി കരുതി എന്താവശ്യം ഉണ്ടെങ്കിലും ധൈര്യമായി പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞോളാം വൃത്തിയേട്ടാ. ഓക്കെ. പിന്നെ ഞാൻ അബിയുടെ വ്ലോഗൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോ കാണാറുണ്ട് കേട്ടോ. ഈടായിട്ട് കുറെ ഗ്യാപ്പ് വന്നല്ലോ, എന്തു പറ്റി? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ആവശ്യമില്ലാത്ത കുറെ പ്രശ്നത്തിൽ പോയി ചാടിക്കൊടുത്തു. ആര്? ഞാൻ തന്നെ, അല്ലാതെ ആരും. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നത്തിൽ അഭിചന്ദ് ചാടിയത്? അത് ഞാനും കുറെ കൂട്ടുകാരും കൂടി ഓരോ കുഴപ്പങ്ങൾ ഒപ്പിച്ചതാ. പിന്നെ എക്സായി. എക്സോ? എക്സാ. അതെ, എക്സാമിന്റെ കാര്യമാവും പറയുന്നു. PSC എക്സാമിന് ഇവൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇന്നും ഇങ്ങനെ വ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് ക്യാമറയും തൂക്കി നടന്ന ജീവിതമാവില്ലല്ലോ. നാളെ ഒരു നല്ല ജീവിതം വേണമെങ്കിൽ ഒരു ജോലിയൊക്കെ വേണ്ടേ? അതൊക്കെ സാധാരണ മിഡിൽ ക്ലാസ് ചിന്താഗതി. വ്ലോഗിങ് അത്ര മോശം പ്രൊഫഷനൊന്നുമല്ല. ഇന്ന് വ്ലോഗിങ് കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന എത്രയോ പ്രൊഫഷണൽസ് ഉണ്ട്. അത് ആ ലെവലിൽ എത്തിയവരല്ലേ? അതെ. വേണ്ട വൃത്തിയേട്ടാ, ദുർഗേച്ചിയെ തർക്കിച്ച് തോൽപ്പിക്കാൻ നമുക്ക് കുറച്ച് പാടാ. അതൊക്കെ ഓവർ കോൺഫിഡൻസാ. തോൽപ്പിക്കാൻ കഴിവുള്ള എതിരാളികൾ വന്നു ആരാണെങ്കിലും തോറ്റുപോകും. അത് ശരിയാ. എനിക്കങ്ങനെ ആരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല. ജയിക്കുമെന്നുള്ള ഓവർ കോൺഫിഡൻസും ഇല്ല. പക്ഷേ ഒരു മത്സരത്തിനിറങ്ങിയാ അത് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരിക്കും. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. യെസ്, അതെപ്പോഴും ഉണ്ടാവണം. ഒരു മത്സരം വരട്ടെ, നമുക്ക് നോക്കാം. ഞാൻ പുറത്തുണ്ടാവും. അതെ, അതൊക്കെ പ്ലാനിങ്ങിന്റെ കുഴപ്പമായിരുന്നു. എന്ത് ചെയ്യണമെങ്കിലും എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴല്ലേ അനുസരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്തുവാടി, അതൊന്നും അല്ല. ആരാരെ കല്യാണം കഴിക്കണം, ആരൊക്കെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ മാറ്റാനേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാലും നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു പോയെന്ന് സമ്മതിക്കരുത് കേട്ടോ. അതാണ്. അതെന്തെങ്കിലും ആവട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പ്ലാനിങ്ങും പരിപാടികളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്ന വലിയ താമസമില്ലാതെ പൂർണിമയും ചന്ദ്രമതി ചേച്ചിയും തമ്മിൽ അടിയാവും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അഷിതയെ നമുക്ക് ചവിട്ടി പുറത്താക്കാൻ പറ്റും. അതോടെ പൃഥ്വി മാനസികമായിട്ട് തളരും. അത്രയും മതി നീരജ്, നമ്മൾ ആവശ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. നടക്കുവന്നേ, നീ ധൈര്യമായിട്ട് റെഡി. ഇനി നമ്മളെ ദിവസങ്ങളാ വരാൻ പോന്ന്. ചേച്ചി ചേച്ചി വരുന്നുണ്ട് ചേച്ചി. ഞാൻ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? എനിക്ക് ആ വീട്ടിലോട്ടൊന്നും പോവാൻ ഒരു താല്പര്യമില്ല. ചടങ്ങിന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു ബഹളം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാ പൃഥ്വിയെ തന്നെ ഞാൻ പോകാൻ സമ്മതിച്ചത്. അത് പിന്നെ നമുക്ക് അറിയാലോ ചേച്ചി. പിന്നെന്തിനാ ഞാൻ കൂടെ പോണോന്ന് നിങ്ങൾ പറയുന്നേ? ഓ ചേച്ചി, അതെന്താന്ന് വെച്ചാലേ സുദർശന അമ്മാവനും മനജ അമ്മായി പറഞ്ഞ ആരും ചേച്ചി ഓർക്കുന്നില്ല. ജയശ്രീ ജീവിച്ച ആ വീടിനെയും ആ കുടുംബത്തിനെയും മൊത്തത്തിൽ സൂക്ഷിക്കണമെന്നും ആ വീടുമായോ അവിടെ ഉള്ളവരുമായിട്ടോ നമുക്ക് യാതൊരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞതും. പൃഥ്വി അഷിതങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അവിടെ എല്ലാരും കൂടെ പൃഥ്വി അവരുടെ വശത്താക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനൊക്കെ ചെയ്യോ? അടിപൊളി കേട്ടാ. കൊള്ള കൂട്ടങ്ങളല്ലേ അവർ. ഇതല്ല ഇതിലപ്പുറം ചെയ്യും ചേച്ചി. നീ ഒന്ന് മാറി ചേച്ചി. ചെറുക്കൻ നമ്മളെയല്ലേ, അവനൊന്നും പറ്റാതെ നോക്കേണ്ട നമ്മുടെ ആവശ്യമായി പോയില്ലേ? അതുകൊണ്ടാണ് ചേച്ചിയും കൂടെ പോവേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ടെൻഷനായല്ലോ. നിങ്ങൾക്കിത് എന്നോട് നേരത്തെ പറയാറുന്നില്ലേ? എന്നാലല്ലേ എനിക്കതൊക്കെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ വെറുതെ ടെൻഷൻ ആവുന്നല്ലാതെ വേറെന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്റെ ചേച്ചി, നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മനസ്സിങ്ങനെ പാലുപോലെ ശുദ്ധമല്ലേ? ഇത്രയും കൊനിഷ്ഠ പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ഓർത്തെടുക്കാനാ ചേച്ചി? അല്ലേ? എല്ലാം കഴിഞ്ഞ് ഓരോരുത്തര് പറഞ്ഞതും പിന്നെ ഇപ്പൊ നടക്കുന്നതുമായ കാര്യങ്ങൾ ആലോചിച്ചും സംസാരിച്ചും ഒക്കെ ഇങ്ങനെ വരുമ്പോ
ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പൊങ്ങി പൊങ്ങി വരും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങളാ ഞങ്ങൾ വന്ന് ചേച്ചി എടുത്ത് പറയുന്നത്. മനസ്സിലായി. ആ. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വരുന്നേ? ഓ, ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ചേച്ചിയുടെ അമ്മാവനും അമ്മായും പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അതാണ് നല്ലത്, അല്ലേ? അതെ, പൃഥ്വി ഒരു കാരണവശാലും അഷിതയുടെ വീട്ടുകാരുമായിട്ട് എടുക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ്. ആ, നിങ്ങൾ ചെന്നപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലോ അല്ലേ? അതെ, അവര് ഞങ്ങള് ചെല്ലുന്നത് നോക്കി കാത്തു നിൽക്കുമായിരുന്നു. ആണോ? പിന്നെ ചേച്ചി തന്നു വിട്ട ഗിഫ്റ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടായി. ആ, ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർത്തെ. ദുർഗയ്ക്ക് മേടിച്ച് ഗിഫ്റ്റ് എടുക്കാൻ അഷിത മറന്നുവല്ലേ? അത് ഞാൻ നിങ്ങളുടെ ബെഡിലിരിക്കുന്ന കണ്ടു. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതങ്ങ് മറന്നുപോയിട്ടോ. വീട്ടിൽ ചെന്ന് ഗിഫ്റ്റ്സ് എടുക്കാൻ നേരം ഇത് മാത്രം എവിടെ പോയി നോർത്ത് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി വണ്ടി കൊണ്ടുവയ്ക്കാൻ നേരത്ത് താഴെ പോയി കാണുന്ന ഞാൻ വിചാരിച്ചത്. അത് സാരമില്ല, ഞാൻ ധ്വനിയെ സ്കൂളിൽ വിടാൻ പോകുമ്പോ ദുർഗയ്ക്ക് കൊണ്ട് കൊടുക്കാം. അയ്യോ, അത് വേണ്ട ചേച്ചി, ഞാൻ തന്നെ കൊടുത്തോളാം. അല്ലെങ്കിൽ ദുർഗ എന്ത് വിചാരിക്കും? ഇടയ്ക്കെന്തായാലും ഞാൻ വീട്ടിൽ പോവല്ലോ, ഞാൻ അപ്പൊ കൊടുത്തോളാം. ഓക്കെ. നീ എന്താ പൃഥ്വിയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അഷിതയുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ സംസാരിക്കാലെന്ന് കരുതി ഞാൻ മിണ്ടാതെന്നാ. അശ്വതിയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊന്നല്ലല്ലോ. പിന്നെ ഇന്ന് വരുന്നതുകൊണ്ട് കുറെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാം നന്നായിരുന്നു. അതിന്റെ ഒരു ക്ഷീണം. ഒന്ന് കിടക്കണം ചേച്ചി. എന്നാ ചെല്ല്, പോയി റെസ്റ്റ് എടുക്കും.